ഹേ ഗായ്സ്, ആദ്യം തന്നെ ഞാനൊരു സോറി പറയട്ടെ. ഇന്നത്തെ നമ്മുടെ ഈ വ്ളോഗിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടോ ഒന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ ഡെയിലി വ്ളോഗ് എന്തൊക്കെയാണോ അതൊക്കെ തന്നെ കാര്യങ്ങൾ കേട്ടോ. അപ്പോൾ ചോദിക്കും എന്നും എന്തുണ്ടായിട്ടാണെന്ന്. എന്നത്തെയും പോലെ തന്നെയാണ്. എന്നും പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും കിച്ചൺ വിശേഷങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വ്ളോഗുമായിട്ട് വരുന്നത്. എങ്കിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട് കേട്ടോ. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. നമ്മുടെ വീഡിയോയിൽ എന്താ പറയുക, ഒരു ചേലും ചവിട്ടയും ഇല്ലാതെ ആയിരിക്കും ചില ദിവസങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. എന്നിട്ടും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് കേട്ടോ. അപ്പോൾ ഒരുപാട് താങ്ക്സ് എല്ലാവർക്കും. ഇന്നത്തെ കുറച്ച് കിച്ചൺ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ള കുഞ്ഞു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ ഇഡലിയാണേ, ഇഡലിയും ചമ്മന്തിയും. കുറച്ച് ചമ്മന്തി ഇരിപ്പുണ്ട്, ബാക്കി മീൻകറി എടുക്കാമെന്ന് വിചാരിച്ചു. ചമ്മന്തി അരയ്ക്കാനായിട്ട് ഇനി വയ്യ, മടിയായിപ്പോയി. അതുകൊണ്ട് മീൻകറി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്നലെയല്ല മെനിഞ്ഞാന്ന് വാങ്ങിച്ച നെത്തോലി ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. നെത്തോലി എടുത്ത് വെള്ളത്തിലിട്ടു. ഇന്നലെ ചൂരയായിരുന്നു കറി വെച്ചിരുന്നത്, തേങ്ങ വറുത്തരച്ച് ചൂര കറി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ആ നെത്തോലി എടുത്ത് പകുതി മീനെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു. ചൂര കറി വെച്ചതൊരു ശകലം കൂടി ബാക്കിയുണ്ട്. അപ്പോൾ അത് തീർന്നിട്ട് വൈകിട്ട് നെത്തോലി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. പകുതി ഇപ്പോൾ ഉച്ചയ്ക്ക് വറുത്തിട്ട് ബാക്കി പകുതി വൈകിട്ട് കറി വയ്ക്കാം. അങ്ങനെ ഞാൻ ഡൈനിങ് ടേബിൾ സെറ്റാക്കുവാണ് കേട്ടോ. രാവിലെ നീലൂസിന് ഒരു ഗ്ലാസ് പാൽ കൊടുത്തത് ഇച്ചിരി ഇവിടെയൊക്കെ വീണിട്ടുണ്ട്. നീലൂസ് ബിസിയാണ് കേട്ടോ. നീലൂസ് ഇന്ന് കാർട്ടൂൺ കണ്ടുകൊണ്ടിരിക്കുക മൊബൈലിൽ. ഇന്ന് അംഗൻവാടിയിൽ പോകണ്ട. അപ്പോൾ അതുകൊണ്ട് ആ കാർട്ടൂണൊക്കെ കണ്ടുകൊണ്ട് അങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇഡലി റെഡിയാക്കിയിട്ട് ഇനി നീലൂസിനെ പല്ല് തേപ്പിച്ചിട്ട് ഇനി നീലൂസിനും ഇഡലി കൊടുത്തിട്ട് എനിക്കും കഴിക്കണം. പിന്നെ നമുക്ക് ഉച്ചക്കലത്തേന് ഞാൻ ഓൾറെഡി ചോറ് അരി ഇട്ടിട്ടുണ്ട് അടുപ്പിൽ. വെള്ളത്തിൽ അരി ഇട്ടിട്ടുണ്ട്. അതവിടെ കിടന്ന് തിളയ്ക്കുന്നത് പയ്യെ ആയിക്കോളും. പെട്ടെന്ന് വേവുന്ന അരി ആയതുകൊണ്ട് പെട്ടെന്ന് വെക്കാനായിട്ട് പറ്റും. പിന്നെ ഉച്ചയ്ക്ക് ഇന്നലത്തെ മീൻ കറിയും അമ്മ വീട്ടിൽ നിന്ന് കുറച്ച് കൂമ്പരിഞ്ഞത് തന്നു വിട്ടിട്ടുണ്ട്. അത് തോരനും വെച്ച് നെത്തോലി വറുത്തതും എടുക്കാമെന്നാണ് ഇന്ന് പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പം ഞാൻ നീലൂസിന് കൊടുക്കാനായിട്ട് പോവാം കേട്ടോ. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ മറക്കല്ലേ. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും സജഷൻസോ അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറക്കാറായല്ലേ. എല്ലാ അമ്മമാരും ഇപ്പോൾ ബിസി ആയിരിക്കും. ബുക്കും ടെക്സ്റ്റും ഒക്കെ പൊതിയുന്ന കാര്യത്തിലും പിന്നെ ലഞ്ച് ബോക്സ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്ലാനിങ്ങും ഒക്കെ ആയിരിക്കും അല്ലേ. ഞാനിതൊന്നും ചെയ്തിട്ടില്ല. കാരണം ഇനി വേണം അതെല്ലാം വാങ്ങിക്കാനായിട്ട് കേട്ടോ. ഒന്നും വാങ്ങിച്ചിട്ടില്ല. വാങ്ങിച്ചിട്ടിനി ഒരു സമയമാകുമ്പോൾ ഉള്ളൊരു ധൃതി പിടിക്കലായിരിക്കും. ഇപ്പോൾ ബുക്ക് പൊതിയലും അങ്ങനെ എല്ലാം കൂടി ആയിട്ട് എങ്ങനെ ആയിത്തീരുമെന്നൊന്നും എനിക്കറിയത്തില്ല. എൻ്റെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഓരോന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് കേട്ടോ. എനിക്കിപ്പോൾ നേരത്തെ ഈ കാര്യത്തിലൊന്നും എക്സ്പീരിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. ഞാൻ പലരുടെയും വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ. അതുകൊണ്ട് എങ്ങനെയായിരിക്കും എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് പലരുടെയും വീഡിയോസ് ഞാൻ കാണാറുണ്ട്. അതെല്ലാം ഉപകാരപ്പെടാറുമുണ്ട് കേട്ടോ. സ്കൂളിൽ പോകുന്ന മക്കളുള്ള അമ്മമാരുടെ വീഡിയോസൊക്കെ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കി മനസ്സിലാക്കി ഓരോ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മനസ്സിലാക്കി എടുക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ടെൻഷനും ഉണ്ട്. എങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാവുമോ, ഒക്കെ ആവുമോ, ഞാൻ ചെയ്യുന്നത് ശരിയായിരിക്കുമോ എന്നൊക്കെ ഉള്ളൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും കുഴപ്പമില്ല. പിന്നെ ടീച്ചേഴ്സ് ഉണ്ടല്ലോ, നമുക്ക് വിളിച്ച് ഡൗട്ടൊക്കെ ചോദിക്കാനും ഒക്കെ. അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നപ്പോഴത്തേനും നല്ല വെയിൽ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇന്നലത്തെ തുണി മഴ പെയ്തപ്പോൾ ഞാനെടുത്ത് അകത്തോട്ടിട്ടായിരുന്നു. അപ്പോൾ അത് കൊണ്ടുവന്ന് ഒന്ന് ചൂടാക്കി എടുത്താൽ അതങ്ങ് ഉണങ്ങി കിട്ടും. ബാലൻസ് തുണി ഇതുവരെയും ഇന്നലെ ഞാൻ പറഞ്ഞ ആ ബെഡ്ഷീറ്റ് നനയ്ക്കണമെന്ന് പറഞ്ഞാൽ അത് ഇന്നും നനച്ചിട്ടില്ല കേട്ടോ. ഇനി ഇതും കൂടി ഉണക്കി എടുത്തിട്ട് നാളെ നനയ്ക്കാമെന്ന് വിചാരിച്ചു. നാളെ ശനിയാഴ്ചയാണല്ലോ. നാളെ നനച്ചിട്ടിട്ട് നീലൂസിൻ്റെ അംഗൻവാടിയിൽ സെൻഡ് ഓഫ് പരിപാടിയാണ് കേട്ടോ. ഫോട്ടോ എടുപ്പും സെൻഡ് ഓഫും സർട്ടിഫിക്കറ്റ് വിതരണം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകണം.
അപ്പോൾ അതുകൊണ്ട് നാളെ ഇനി നടക്കുമോ എന്നറിയത്തില്ല ബെഡ്ഷീറ്റ് നനയ്ക്കുന്നത്. എന്തോ ഒരു പിടിയില്ല. അപ്പോൾ സമയമുള്ളപ്പോൾ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ നെത്തോലി ഇതാ ഐസൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ അതും നന്നാക്കി എടുക്കുക കേട്ടോ. ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുന്ന കുറച്ച് കഴിഞ്ഞ് നന്നാക്കി എല്ലാം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ലൈറ്റ് ഇട്ടില്ല, വെട്ടമില്ല എന്നുള്ള കാര്യം അറിഞ്ഞത്. ഇവിടെ പറഞ്ഞ പോലെ തന്നെ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് സ്റ്റാൻഡ് അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റി വയ്ക്കാനായിട്ടൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ക്യാമറ എങ്ങനെയാണ് വെട്ടവും വെളിച്ചവും ഒക്കെ ഉണ്ടോയെന്നൊന്നും എനിക്കറിയാനായിട്ട് പറ്റുന്നില്ല കേട്ടോ. വെച്ചാൽ അവിടെ വെച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും, എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുവച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും, അത് വീഡിയോ റെക്കോർഡ് ആയിക്കൊണ്ടേയിരിക്കും. അങ്ങനെയൊക്കെയാണ് കേട്ടോ ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ മീൻ നന്നാക്കിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പം എല്ലാവരും എന്താ പറയുക, ഈ വീഡിയോസ് കാണുന്ന കുറേ അമ്മമാരുണ്ടായിരിക്കുമല്ലോ, സ്കൂളിലൊക്കെ പോകുന്ന മക്കളുള്ള അമ്മമാർ. അപ്പോൾ എല്ലാവരും എല്ലാം റെഡിയാക്കിയോ? സ്കൂളിലോട്ട് പോകാൻ ഇനി 2 ദിവസം കൂടിയേ ഉള്ളൂ സ്കൂൾ തുറക്കാനായിട്ട്. എല്ലാവരും എല്ലാം സെറ്റ് ചെയ്തൊക്കെ വെച്ചേക്കുവാന്നോ? ഞാനീ പറഞ്ഞ പോലെ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഒന്നും ചെയ്തില്ലല്ലോ, എടുത്തില്ലല്ലോ എന്നൊക്കെ ഉള്ളത്. കൊണ്ടുപോകാനുള്ള ബാഗോ ലഞ്ച് ബോക്സോ എന്താ ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ ഒന്നും വാങ്ങിച്ചിട്ടില്ല കേട്ടോ. ഇനി വേണം അതൊക്കെ വാങ്ങിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ കാര്യത്തിലോട്ട് വരുവാണെങ്കിൽ മീനൊക്കെ കട്ട് ചെയ്ത് വൃത്തിയാക്കി മീൻ ഫ്രൈ ചെയ്യാനായിട്ട് പോവാം കേട്ടോ. ഇപ്പുറത്ത് നമ്മുടെ ചൂരക്കറി ഇവിടെ റെഡിയായിക്കൊണ്ടല്ല, ചൂടാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇത്രയും കറിയുണ്ട്, അത് മതിയാവും ഉച്ചക്കലത്തേന്. പിന്നെ നെത്തോലി വറക്കാനും എടുത്തിടുന്നുണ്ട്. വലിയ നെത്തോലി ഉണ്ടായിരുന്നു, ചെറിയ നെത്തോലി ഉണ്ടായിരുന്നു. ഞാൻ വലിയ നെത്തോലി മാത്രം സെപ്പറേറ്റ് ആക്കിയിട്ട് അതാണ് കേട്ടോ വറക്കാനെടുത്തത്. അതാകുമ്പോൾ വലിയ നെത്തോലി ആകുമ്പോൾ നീലൂട്ടന് മുള്ളിളക്കി കൊടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ അങ്ങനെ എടുത്തത്. പിന്നെ തോരൻ വെക്കാനുള്ള പരിപാടിയിലോട്ട് പോവുകയാണ് കേട്ടോ. തോരൻ വാഴക്കൂമ്പാണ്, അതും തോരൻ വെക്കണം. നീലൂസിന് തോരനും മീൻ വറുത്തതും ഉണ്ടെങ്കിൽ പിന്നെ അവന് വേറൊന്നും വേണ്ട, അവന് കുശാലാണ്. അങ്ങനെ മീൻ അവിടെ വറുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്തെ സെറ്റ് മീനിനി ഇടണം. രണ്ടായിട്ടാണ് കേട്ടോ വറുത്തത്. ഞാനിപ്പോൾ എൻ്റെ അപ്പച്ചട്ടിയാണ് അത് കേട്ടോ. അപ്പച്ചട്ടിയിലാണ് ഞാൻ ഇപ്പം മീൻ വറക്കുന്നത്. ആ അപ്പച്ചട്ടി വെറുതെ ഇരിക്കുക കേട്ടോ. അതിൽ അപ്പം ചുടാനായിട്ട് നമ്മുടെ കുഞ്ഞപ്പം ഉണ്ടല്ലോ, കല്ലപ്പം, അത് ചുടാനേ പറ്റൂ. പരത്തി കഴിയുമ്പോൾ സൈഡ് ഇളകത്തില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ അതെടുക്കാറില്ലായിരുന്നു. ഞാൻ ദോശക്കല്ലിൽ മാവ് കോരി ഒഴിച്ച് അടച്ചു വെച്ച് ചുട്ടെടുക്കുമായിരുന്നു ചെയ്യുന്നത്. അപ്പോഴാണ് എനിക്ക് ഈ ഒരു ഐഡിയ തോന്നിയത്, മീൻ വറക്കാനായിട്ട് നമുക്ക് ഈ അപ്പച്ചട്ടി അങ്ങ് എടുക്കാം. അപ്പോൾ മീൻ വറക്കാനായിട്ട് വേറെ ചീനിച്ചട്ടിയൊന്നും എടുക്കണ്ട. ഇതാകുമ്പോൾ കുറച്ച് പരന്നതുമാണ്, എന്നാൽ ഒരുപാട് പരന്നതുമല്ല, ഒരു മീൻ വറക്കാൻ പറ്റുന്ന ഒരു പാത്രമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എങ്കിൽ ഇത് നമുക്ക് മീൻ വറക്കാനായിട്ട് അങ്ങ് എടുക്കാമെന്ന്. ഓരോ സമയത്തും ഓരോരോ ഐഡിയ ഇങ്ങനെ തോന്നുന്നതാട്ടോ, അതങ്ങ് ചെയ്യും. അങ്ങനെ അതും വറുത്തെടുത്തു. എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ വ്ളോഗിൽ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒന്നും ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കുമല്ലേ, ഉണ്ടെങ്കിൽ അത് പറയണേ. ബോറടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ചിലർക്ക് ഇങ്ങനത്തെ വീഡിയോസൊന്നും ഇഷ്ടമാകത്തില്ല, അവർ സ്കിപ്പടിച്ച് പോവുകയും ചെയ്യും. അപ്പം ഞാൻ തോരനുള്ളത് ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ചു. ഈ എണ്ണ കഴിഞ്ഞ ദിവസം പഴംപൊരി ഉണ്ടാക്കിയതിൻ്റെ എണ്ണ കേട്ടോ, അത് കളയാനായിട്ട് മനസ്സ് വരുന്നില്ലായിരുന്നു. അങ്ങനെ ഞാൻ ഒരു പാത്രത്തിലായിട്ട് ചൂട് പോയപ്പം ഒഴിച്ച് വെച്ചിരുന്നു. അതാണ് കേട്ടോ എല്ലാത്തിനും കുറേശ്ശെ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു കവറിലാക്കിയാണ് അമ്മ അരിഞ്ഞ് കൂമ്പ് തന്നു വിട്ടത്. അങ്ങനെ കടുക് വറുത്ത് കൂമ്പും തട്ടിയിട്ടതിന് ശേഷം തേങ്ങ തിരുവി ചതച്ചെടുത്തു കേട്ടോ. കുറേ നാളായി കൂമ്പ് തോരൻ വെച്ചിട്ട്. അപ്പം എല്ലാം മറന്നു പോയായിരുന്നു. പിന്നെ ഒരു ഊഹം വെച്ചിട്ട് അങ്ങ് സെറ്റാക്കി എടുക്കും. അതുകൊണ്ട് അങ്ങനെ അതും റെഡിയായി. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. തുണി അലയ്ക്കുന്ന കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ എടുക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ ഒന്നും നടന്നില്ല. എന്താണെന്നറിയത്തില്ല. ഇപ്പോൾ ഒന്നിനും ഒരു ചേലും ചവിട്ടും ഇല്ലാത്ത രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇനി ആ ഒരു ട്രാക്കിലോട്ട് വരാനായിട്ട് നീലൂസ് സ്കൂളിൽ പോയൊക്കെ തുടങ്ങുമ്പോഴത്തേനും ആ ഒരു റൊട്ടീനൊക്കെ ബാലൻസായി വരുമെന്നാണ് എൻ്റെ ഒരു വിചാരം. അങ്ങനെ നടന്നാൽ നല്ലത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വ്ളോഗ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്തേക്കണേ. ലൈക്ക് തന്നു കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷമാവും. അപ്പോൾ നമുക്ക്
അടുത്തൊരു അടിപൊളി വ്ളോഗുമായിട്ട് നാളത്തെ വ്ളോഗ് എന്തായിരിക്കുമെന്ന് ഞാൻ ഇപ്പോഴേ പറയുന്നില്ല, എന്താണെന്നൊന്നും അറിയത്തില്ല. എന്തായാലും നാളത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. എൻ്റെ തോരൻ ഇവിടെ റെഡിയായി. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു.